ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 19-ാം തീയതിയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ള സംഖ്യാപുസ്തകം 18-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ ഞാൻ കൊടുക്കുന്നത് ലവണ നിയമം എന്നാണ്. ലവണ നിയമം, കവനൻ്റ് ഓഫ് സോൾട്ട്, ലവണ നിയമം. 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ആ പ്രയോഗമുണ്ട്. ലവണ നിയമം എന്താണ്? ഈ ലവണ നിയമം എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് പല ഉടമ്പടികൾ ചെയ്യുമായിരുന്നു. ഈ ഉടമ്പടികളിൽ പലപ്പോഴും മൃഗങ്ങളെ അറുത്ത് അവർ ഉടമ്പടി ചെയ്യും. ഒരു മൃഗത്തെ അറുത്തിട്ട് രണ്ട് ഭാഗമായിട്ട്, നേരെ പകുതി അറുത്തിട്ട് രണ്ട് ഭാഗമായിട്ട്, ഒരു ഭാഗം ഇടത്തേലും പരിസരം, എന്നിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളുകൾ അതിന് നടുവിലൂടെ പോകും. നടുവിലൂടെ പോയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടി ലംഘിക്കുന്നവനെ ഇതുപോലെ അറക്കപ്പെടട്ടെ, അവനെ മുറിക്കപ്പെടട്ടെ എന്നാണ്. അങ്ങനെ പോകും. അങ്ങനെ ഉടമ്പടി അതുപോലെ മാറ്റാൻ വയ്യാത്തതായിരിക്കുന്ന ഉടമ്പടിയാണ്. എന്നാൽ ലവണ നിയമം എന്ന് പറയുന്നത് അതുപോലെ ഒന്നാണ്. പക്ഷേ അവിടെ ഉപ്പ് കൈമാറ്റം ചെയ്യും. ചിലപ്പോൾ ഉപ്പ് കൈമാറ്റം ചെയ്യും. പഴയ നിയമകാലത്ത് ഉപ്പ് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം ആളുകൾ ജീവിച്ചത് കടലിൽ നിന്നും വളരെ ദൂരമാണ്. ഇന്നത്തെ പോലെ ഉപ്പ് മാനുഫാക്ചർ ചെയ്യാൻ, കടൽ വെള്ളം കയറ്റി മാനുഫാക്ചർ ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഉപ്പളങ്ങൾ കടലിനോടടുത്ത് ഒരു കുറച്ച് വെള്ളം കയറ്റി അത് വാറ്റിയാണ്. അപ്പോൾ പലർക്കും ഉപ്പ് കിട്ടാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് ഉപ്പിനെ അവർ വളരെ വിലയേറിയൊരു വസ്തുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വളരെ വിലയേറിയൊരു വസ്തുവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ലവണ നിയമങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവർ ഉപ്പ് ഉപയോഗിക്കും എന്ന് മാത്രമല്ല പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ അവർ ഉപ്പ് കൈമാറ്റം ചെയ്യും. ദി എക്സ്ചേഞ്ച് സോൾട്ട്. അപ്പോൾ ഉപ്പ് കൂട്ടി വേണം ഇവിടെ ആഹാരം കഴിക്കാൻ. നമ്മുടെ നാട്ടിലൊരു പഴയ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ നീ നന്ദിയോടുകൂടെ വേണം. അപ്പോൾ ഈ ലവണ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റം ചെയ്യാത്ത നിയമം എന്ന് അർത്ഥമുള്ളൂ, പൊതുവായ അർത്ഥം. അതെങ്ങനെയൊക്കെയാണ് വന്നതെന്നും നമുക്കറിയില്ല. ഏതായാലും ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകൾക്കായി നിയമിച്ചിരിക്കുന്ന പുരോഹിതന്മാർക്ക് ദൈവം പറഞ്ഞു, ലേവ്യക്കാർക്ക് കൃഷിഭൂമി കൊടുക്കരുതെന്ന്. മറ്റെല്ലാവർക്കും കനാൻ നാട് വിശാലമായി കിടക്കുന്ന പാലും തേനും ഒഴിവ് ദേശം കൊടുത്തപ്പോൾ ഇവർക്ക് കന്നുകാലികൾ മേയാൻ വേണ്ടി കുറച്ച് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. കന്നുകാലികൾ അത് ഒരു സ്ഥലമല്ല കൊടുത്തപ്പോൾ, ഈ ഒരു ഗോത്രത്തിന് മറ്റ് 11 ഗോത്രങ്ങൾക്ക് ഇടയിലാണ് ഓരോരോ കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. യഹൂദാ ഗോത്രത്തിനിടയിൽ ജേക്കബ് വസ്തു, റൂബൻ ഗോത്രത്തിനിടയിൽ കുറച്ച് കുടുംബങ്ങൾ കുറച്ച് വസ്തു, ഇങ്ങനെ അവിടെ ഇവിടെ അവർ ചിതറിച്ച് കളയുമെന്നായിരുന്നു പ്രവചനം. യാക്കോബ് അനുഗ്രഹം കൊടുക്കുമ്പം ലേവ്യ ഗോത്രത്തെ ഞാൻ ചിതറിച്ച് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹം കൊടുത്തപ്പോൾ ചിതറി. അപ്പോൾ ലേവ്യ ഗോത്രക്കാർക്ക് ദൈവം വസ്തുക്കൾ കൊടുത്തില്ല കൃഷി ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അവർ യഹോവയുടെ യാഗങ്ങളിൽ നിന്നും ഭക്ഷിക്കണം. യഹോവയാണ് അവരുടെ ഓഹരി. അങ്ങനെയാണ് പറയുന്നത്, ദ ലോർഡ് ഈസ് യുവർ ഷെയർ, യുവർ ഇൻഹെറിറ്റൻസ്. നിങ്ങളുടെ ഓഹരി യഹോവയാണ് എന്ന് പറഞ്ഞാൽ, അവർ യഹോവയെ ഭക്ഷിച്ച് ജീവിക്കണമെന്നല്ല, യഹോവയ്ക്ക് വേണ്ടി ദൈവജനം അർപ്പിക്കുന്നതായിരിക്കുന്ന യാഗങ്ങളിൽ നിന്നും അവർക്കൊരു ഭാഗം വെച്ചിട്ടുണ്ട്. കൈക്കുറങ്ങ്, ആമാശയം, കൗള്, ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ യാഗത്തിൻ്റെ ഇന്ന ഭാഗങ്ങൾ പുരോഹിതന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് അവർ ഉപജീവനം കഴിയണമെന്നാണ്. അതാണ് അവരുടെ ഓഹരി. ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ലവണ നിയമമാണെന്ന് പറയുന്നത്, മാറ്റാൻ വയ്യാത്ത നിയമമാണെന്ന് പറഞ്ഞു. ലോകമുള്ള ഒരു കാലമല്ല, ഇസ്രായേൽ മക്കൾക്ക് ദൈവാലയവും ആരാധനയും ഉള്ളിടത്തോളം കാലം പുരോഹിതന്മാർക്ക് വസ്തുവില്ല. അവർക്ക് യഹോവയാണ് അവരുടെ ഓഹരി. നിങ്ങളുടെ യാഗങ്ങളിൽ ഞാൻ കൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ ഭാഗങ്ങൾ അവർക്കുള്ളതാണ്. നിങ്ങളുടെ വിളവുകളിൽ ഒരംശം അവർക്കുള്ളതാണ്. നിങ്ങളുടെ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ദശാംശങ്ങൾ, വഴിപാടുകൾ, ഇതിൽ നിന്നെല്ലാം അവർക്കുള്ളത്. ലവണ നിയമമാണ്, മാറ്റമില്ലാത്തതായിരിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് ലേവ്യരുമായി ചെയ്ത ഈ ഉടമ്പടിയെ ദൈവം അത് പറഞ്ഞു, ഞാനത് മറക്കുകയില്ല. നിങ്ങൾക്കും അത് മറക്കാനോ മായ്ക്കാനോ കഴിയാത്തൊരു നിയമമാണ്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് എന്ന് ബൈബിളിൽ പറയുന്ന പ്രമാണമാണിത്. അതും ഒരു ലവണ നിയമമാണ്. ജോലിക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണെന്നുള്ള ലവണ നിയമമാണ്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവാലയത്താൽ ജീവിക്കണം. ദൈവാലയത്തിൽ ശുശ്രൂഷ ദൈവാലയത്താൽ ജീവിക്കണം. ആടിനെ മേയിക്കുന്നവൻ അതുകൊണ്ട് ജീവിക്കണം. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയവൻ അതുകൊണ്ട് ഉപജീവിക്കണം. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എന്നാൽ കർത്താവിൻ്റെ വേലക്കാരെ എന്തെങ്ങനെയാണ് ജീവിക്കേണ്ടത്? സുവിശേഷം പ്രസംഗിക്കുന്നത് സുവിശേഷത്താൽ ജീവിക്കണം. അല്ലാതെ അവർ റബ്ബർ നട്ടും കന്നുകാലിയെ വളർത്തിയും കൊണ്ടല്ല ഉപജീവനം കഴിക്കേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലവണ നിയമത്തിൻ്റെ യാതൊരു ബാധവുമില്ല. ദൈവം വെച്ചൊരു കാര്യമാണ്. ഈ പുരോഹിതന്മാർക്ക് അങ്ങോട്ട് നടന്നു ചെന്ന് ഇവരുടെ ആട്ടിൻകൂട്ടത്തിൽ ചെന്നിട്ട് ആടിനെ പിടിച്ചിട്ട് വരാനൊക്കെ ഇല്ല. എടോ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എന്നിട്ട് രാത്രിയിൽ അവിടെ പശുവിനെ അടിച്ചിട്ട് പോരാനൊക്കെ ഇല്ല. യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീതം എടുക്കാം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ നിയമപ്രകാരം ആരാധിക്കാനായിട്ട് വരുന്ന ആളുകളാണ്. അവരുടെ ആരാധനയ്ക്ക് അവിടെ യാഗത്തിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന പുരോഹിതന്മാർക്ക് മേധസ് കത്തിച്ച് കളഞ്ഞ ശേഷം കഴിക്കുന്ന ആളിനൊരു വീതമുണ്ട്.
ചില യാഗങ്ങൾക്ക് അതുപോലെ പുരോഹിതന്മാർക്കൊരു വീതമുണ്ട്. അവർക്ക് ജീവിക്കണമുണ്ട്, കുടുംബത്തിന് ജീവിക്കേണ്ടത്. അതാണ് ലവണ നിയമം എന്ന് പറഞ്ഞാൽ. ആ നിയമം ഇന്നും ഉണ്ട്. നമ്മുടെ കർത്താവ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേലക്കാരൻ നിൻ്റെ കൂലിക്ക് യോഗ്യനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അതിനെ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് പറഞ്ഞു, വേലക്കാരൻ നിൻ്റെ കൂലിക്ക് യോഗ്യനാണെന്ന് പറഞ്ഞു. ലവണ നിയമം ഇന്ന് പാലിക്കുന്നില്ലെന്നുള്ള സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ദൈവത്തിന് ജനം അങ്ങനെ കൊടുക്കുന്നില്ല. കൊടുക്കുന്നവരുണ്ട്, ആരും കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും പലരും കൊടുക്കുന്നില്ല. സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ചെറിയ പ്രമാണം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 5 രൂപ 10 രൂപ 20 രൂപ 50 രൂപ ഒക്കെ ഇടും. അത് വേണേ എടുത്തോണം. ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന എല്ലാ നന്മയിലും ഒരു ഭാഗം കൊടുക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. എല്ലാം തേങ്ങ ഇട്ടാലും കൊടുക്കണം, പശുവിനെ കറന്നാലും കൊടുക്കണം, കോഴി മുട്ട എടുത്താലും കൊടുക്കണം, റബ്ബർ ഷീറ്റ് വിറ്റാലും കൊടുക്കണം. എല്ലാ നന്മയിലും ഒരു ഓഹരി കൊടുക്കണം. അത് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ്. കാരണം അവർക്കും പോയി റബ്ബർ തോട്ടം നടാനും പശുവിനെ വളർത്താനും കോഴിയെ വളർത്താനും അവർക്കും അനുവാദമുണ്ട്. അവർക്കും അതിന് കഴിയുമായിരുന്നു. പക്ഷേ ദൈവം അവർക്ക് അങ്ങനെ കൊടുത്തില്ലല്ലോ, അവർക്ക് വസ്തു കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ദൈവജനം വിശ്വസ്തരായി ജീവിച്ച കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ഭംഗിയായിട്ട് നടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ പ്രവാചക പുസ്തകങ്ങൾ നോക്കുമ്പോഴും അറിയാം. ദൈവജനം വിശ്വസ്തരായ കാലത്ത് ദൈവജനത്തിൻ്റെ പുരോഹിതന്മാർക്ക് യാതൊരു പഞ്ഞും ഉണ്ടായിരുന്നില്ല, അവർക്ക് ധാരാളം. പക്ഷേ ദൈവജനം പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ ഈ പുരോഹിതന്മാർ കൂലിപ്പണിക്ക് പോകേണ്ടതായിട്ട് വന്നു. കാരണം എന്താണ്? യാഗം കഴിക്കാൻ ആരും വരുന്നില്ല. യാഗം കഴിക്കാൻ ലേവ്യർ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളുണ്ട്? ഈ കുടുംബങ്ങൾക്കെല്ലാം ആഹാരം വേണ്ടേ? അവിടെ പിള്ളേർക്കെല്ലാം ആഹാരം വേണ്ടേ? ആരും യാഗം കഴിക്കാതിരുന്ന അവരെന്ത് ചെയ്യും? അവർ പിന്നെ കൂലിപ്പണിക്ക് പോയി. വല്ലവരുടെയും കുടുംബത്തിൽ, വല്ലവരുടെയും മുന്തിരിത്തോട്ടത്തിൽ, നെൽപ്പാടങ്ങളിൽ, ഗോതമ്പ് പാടങ്ങളിലൊക്കെ വേല ചെയ്യാനായിട്ട് പോയി. സങ്കടകരമായ ഒരു കാര്യമല്ലേ? ദൈവം ഉണ്ടാക്കിയ ലവണ നിയമം മനുഷ്യനെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സങ്കടം. നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും? ഒരിക്കലും അനുഗ്രഹത്തിന് കാരണമാകില്ല. ഒരിക്കലും അനുഗ്രഹത്തിന് കാരണമായില്ല, ആകില്ല. പണ്ടുകാലത്ത് പറയാറുണ്ട്, അച്ഛനും അധ്യാപകനും ഗുരുവിനും കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ, അച്ഛനും ആശാനും കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പോലീസിനും വൈദ്യർക്കും കൊടുക്കുമെന്ന്. അത് വളരെ ശരിയാണ് കേട്ടോ. അച്ഛനും ആശാനും കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നവർക്കും നിങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കുന്നവർക്കും കൊടുക്കേണ്ടതായിരിക്കുന്ന കൂലി കൊടുത്തില്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്ന് പോലീസുകാരനും അത് കൊണ്ടുവന്ന് ഡോക്ടർക്കും കൊടുക്കേണ്ടതായിട്ട് വരും. കേസിനും വഴക്കിനും ഒരു പോകും, മറ്റേത് ചികിത്സയ്ക്കും പോകും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം, ദൈവം വെച്ചതായിരിക്കുന്ന ലവണ നിയമങ്ങളെ നമുക്ക് ലംഘിക്കാനായിട്ട് ഒക്കില്ല. ഇത് ഇസ്രായേലുമായിട്ട് ചെയ്ത നിയമമാണ്, നമ്മളുമായിട്ട് ചെയ്തതല്ലെന്നറിയാം. പക്ഷേ പ്രമാണം പുതിയ നിയമത്തിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിൽ നിന്ന് പ്രമാണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓഹരി കൊടുക്കുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. അത് നാം ചെയ്യേണ്ടത് തന്നെ വളരെ ആവശ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ആരുടെയെങ്കിലും അനുഗ്രഹങ്ങൾ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ ആത്മീകമായി വിതച്ചിട്ട് ഭൗതികമായത് കൊയ്താൽ വലിയ കാര്യമാണെന്ന് ചോദിച്ചു. ആണോ? ദൈവവചനം പഠിപ്പിച്ചതിന് ശേഷം ഒരാൾ 10,000, 1,000, 2,000 രൂപ കൈമടക്ക് കൊടുത്താൽ വലിയ കാര്യമാണ്? ഒട്ടും വലിയ കാര്യമല്ലെന്നാണ് പറയുന്നത്. ഒട്ടും വലിയ കാര്യമല്ല. അവർ വലിയ കാര്യമായിട്ട് ആൾ പറയുന്നത് ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ആരും പറയില്ല അദ്ദേഹം ബൈബിൾ പഠിച്ചു. ഒരു ബൈബിൾ ക്ലാസ് എടുക്കണമെങ്കിൽ 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എത്ര മണിക്കൂർ അധ്വാനിച്ചാൽ വെക്കും? ചിലർ പ്രസംഗിക്കുന്ന അങ്ങനെയൊന്നും അധ്വാനിച്ചിട്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക. അങ്ങനെയല്ല. ദൈവവചനം സത്യസന്ധമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണമെങ്കിൽ മണിക്കൂറുകളുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കില്ലെങ്കിൽ ആ ലവണ നിയമത്തെ നാം ലംഘിക്കുകയാണ്. ദൈവത്തിൻ്റെ ലവണ നിയമം നാം ലംഘിക്കുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളെ നാം പൂട്ടുകയാണ്. ഉറവെ നാം അടച്ചുകളയാണ്. ആ ഉറവ് വേറെ എവിടെ ഒഴുകി പോകും. അതിന് ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ലേവ്യ പുരോഹിതന്മാരെ മാനിക്കണം. അവർക്ക് ദൈവം വസ്തു കൊടുത്തിട്ടില്ല, യാഗത്തിലെ ഓഹരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നും അങ്ങനെയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത്, സുവിശേഷത്താൽ ജീവിക്കണം. നിങ്ങളുടെ അധ്യാപകരെ, നിങ്ങളുടെ ജീവിതത്തിലെ ആരാണോ നിങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നതായിരിക്കുന്ന ആളുകളെ, അവരെ മാനത്തിന് യോഗ്യരായി എണ്ണണം. അങ്ങനെ എണ്ണുമ്പോൾ അത് നിങ്ങൾക്ക് നന്മയ്ക്ക് ഇടയായിത്തീരും. അങ്ങനെ നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.